ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ തന്ത്രി കണ്ഠർ രാജീവര് ചോദ്യമുനയിലാണ്. ഉടൻ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകളൊക്കെ വരികയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു അയ്യപ്പ ഭക്തനായി നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ ബന്ധുവോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യമായിട്ടല്ല. ശബരിമല തന്ത്രിയായ കണ്ഠർ രാജീവര് ജീവിതത്തിൽ ഇതേവരെ ഒരു ബ്ലാക്ക് മാർക്ക് കേൾപ്പിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് വളരെ ദൗർഭാഗ്യകരമാണ്. ഈ പോറ്റിയെ അവിടെ ശബരിമലയിൽ എത്തിച്ചതും അല്ലെങ്കിൽ പോറ്റിയെ പരിചയപ്പെടുത്തിയതും പോറ്റിക്ക് ഇത്ര തന്റെ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തതിൽ തന്ത്രിക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നല്ലോ. ആ നിലയ്ക്ക് തന്നെയാണ് SIT നീങ്ങുന്നതെന്നല്ലേ വിചാരിക്കേണ്ടത്? അല്ല, പോറ്റിക്ക് ഏതെങ്കിലും ആരെ പരിചയം ഉണ്ടെങ്കിൽ അവരെല്ലാം തെറ്റുകാരാന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പോറ്റിക്ക് ഏതെങ്കിലും രീതിയിൽ പോറ്റി ആരോടെങ്കിലും ഫോട്ടോ എടുത്താൽ അവരെല്ലാം മോശക്കാരാണോ? യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി ശ്രദ്ധ തെറ്റിക്കാനും ഫോക്കസ് തെറ്റിക്കാനുമാണ് ശ്രമിക്കുന്നതെന്നാണ് കരുതേണ്ടത്. ഞാൻ രണ്ട് കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഒന്നിൽ പോലും തന്ത്രിക്കെതിരെ പരാമർശമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇതുവരെ വന്ന ലഭ്യമായ വിവരങ്ങളിൽ തന്ത്രിക്ക് എന്തെങ്കിലും അപാകത പറ്റിയും എവിടെയുമില്ല. ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. അതായത് ദേവസ്വം ബോർഡ് എടുത്ത നയപരമായ ഒരു തീരുമാനമാണ്. തന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. അതായത് ഇത് സാധാരണക്കാർ അറിയാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഒരു അമ്പലത്തിൽ 2 തരത്തിലാണ് അധികാരമുള്ളത്. ഒന്ന് ആചാരപരം, 2 അഡ്മിനിസ്ട്രേറ്റീവ്. തന്ത്രിക്ക് ഇതിൽ ആചാര കാര്യങ്ങളിൽ, പൂജാ കാര്യങ്ങളിൽ, ശബരിമല യുവതികൾ കയറണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് അധികാരവും അവകാശവും ഉള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ്. അപ്പം ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വത്തിന്റെ വീഴ്ചയിൽ തന്ത്രിയെ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞാൻ സംശയിക്കുന്നത്, അദ്ദേഹം എന്റെ ബന്ധു ആയതുകൊണ്ട് പറയുന്നതല്ല, ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞാൻ സംശയിക്കുന്നത് തന്ത്രിയെ അടക്കം കുടുക്കി ബാക്കി ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല. തന്ത്രിയെ കുടുക്കിയാൽ തന്ത്രി അടക്കമുള്ളവർക്ക് വേണ്ടി പറയാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. പക്ഷേ രാഹുൽ, ഇക്കാര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ രീതിയിൽ ക്രെഡിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ തന്ത്രിക്ക് ഒരു പങ്കുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയുമോ? അതല്ലേ ഇപ്പോഴും SITയും അന്വേഷിക്കുന്നത്? അത് തീർച്ചയായും അന്വേഷിച്ചോട്ടെ. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുള്ളവരെല്ലാം തെറ്റുകാരാന്ന് പറയാൻ പറ്റുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടായി കാണാം. പക്ഷെ ഉണ്ണികൃഷ്ണന് പരിചയമുള്ളവരെല്ലാം തെറ്റുകാരാന്ന് പറയാൻ കഴിയുമോ? അതായത് ഉണ്ണികൃഷ്ണൻ പരിചയമുള്ളവർ തെറ്റുകാരാണ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരുന്ന ഒരു സ്ഥാനീയനാണല്ലോ അദ്ദേഹം. ഉള്ളതുണ്ടല്ലോ. അതുകൊണ്ട് എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ജൂലൈ 18, 19 അവിടെ നിന്ന് സ്വർണ്ണ വിളക്കിയെടുത്തതിന് ശേഷം ചെയ്ത കള്ളത്തരങ്ങൾ എന്തിന് എന്നുള്ളതല്ലേ ചോദ്യം. അതിനു മുമ്പ് ഉള്ള തന്ത്രി എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അപ്പം ദയവായി ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. അതായത് ഈ ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ ഫാക്റ്റാണ്. ശബരിമല തന്ത്രിയെ കുറിച്ച് ഒരു നെഗറ്റീവ് പരാമർശങ്ങളും 9ഓളം ഇടക്കാല വിധിന്യായങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വന്നിട്ടില്ല. 2, തന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല അവിടുത്തെ സ്വർണം സൂക്ഷിക്കേണ്ടത്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. 3, അയ്യപ്പ വിശ്വാസി എന്ന രീതിയിൽ തന്ത്രിയെ കുടുക്കി വേറെ ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് അയ്യപ്പ ഭക്തർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ.